രാജ്യാന്തര മില്ലറ്റ് ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ശീതകാല പച്ചക്കറിത്തോട്ടവും ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് GLPSലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ പുതുക്കാട് GLPSലാണ് ശീതകാല പച്ചക്കറിത്തോട്ടത്തിന്റെ ഉദ്ഘാടനവും രാജ്യാന്തര മില്ലറ്റ് ദിനാഘോഷവും സംഘടിപ്പിച്ചത്. പച്ചക്കറിത്തോട്ടത്തിന്റെയും മില്ലറ്റ് ദിന ആഘോഷത്തിന്റെയും ഉദ്ഘാടനം ചവറ AO അനിത നിർവഹിച്ചു. അതേപോലെ മില്ലറ്റ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഉദ്ഘാടനവും അതേപോലെ തന്നെ പച്ചക്കറിത്തോട്ടത്തിന്റെ നവീകരണവുമാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മില്ലറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2023 പറയുന്നത് മില്ലറ്റ് വർഷമായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മില്ലറ്റ് ഇയർ ആയിട്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് പിന്നെ ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ 40 വയസ്സ് മുമ്പേ തന്നെ ആയിരുന്നു നമ്മൾ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. കൊളസ്ട്രോള് പിന്നെ അങ്ങനെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ രോഗങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ കൂടുതൽ ചോറാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മില്ലറ്റ് വളരെ നല്ല ഭക്ഷണമാണ്. നമുക്ക് മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ, കൊളസ്ട്രോളെ പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് കുറേയേറെ ലഭിക്കുന്നതാണ്. ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു. റാഗി ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ഭക്ഷണങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഇപ്പോഴത്തെ പുതിയ ഫാസ്റ്റ് ഫുഡുകളായ പൊറോട്ട, മറ്റേ അൽഫാമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ പണ്ട് തെരളി ഉണ്ടാക്കുമായിരുന്നു, പുട്ടുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് പണ്ട് റാഗി കാച്ചി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് മില്ലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സ്കൂളുകളെല്ലാം തന്നെ ആഴ്ചയിലെ എല്ലാ ദിവസവും ഇപ്പോൾ പാലിൻ്റെ കൂടെ മില്ലറ്റ് ഒരു വിഭവമായി ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. PTA പ്രസിഡന്റ് ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ബിന്ദു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാകുമാരി, CK ടെസ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി MK ചന്ദ്രശേഖരൻ, MPTA പ്രസിഡന്റ് മനീഷ, റെസ്റ്റം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.